إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 82ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആ ദുർബല വിശ്വാസികളും അവിശ്വാസികളും അതുപോലെ മുനാഫിക്കുകളും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിക്കുകയാണ് അവരെ പറ്റി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരൊക്കെയും എന്തുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് അവർ എന്തുകൊണ്ടുറ്റാലോചിക്കുന്നില്ല? ആഴത്തിൽ ഘടമായി ഇറങ്ങിച്ചെന്നെന്തുകൊണ്ട് ഖുർആനിനെ പറ്റി അവർ ഉറ്റാലോചിക്കുന്നില്ല, ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല എന്നാണുള്ള ചോദിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ മുഖാന്തരം ആകാശലോകത്തു നിന്നും ഇറക്കപ്പെടുകയാണ്. വാനലോകത്തു നിന്നും അല്ലാഹുവിന്റെ കലിമത്തുകൾ നോക്കൂ ഇറക്കപ്പെടുകയാണ്, ആയത്തുകൾ ഇറക്കപ്പെടുകയാണ്. ആയത്തിനെ പറ്റി എന്തുകൊണ്ടാണ് ഈ അവിശ്വാസികളും ദുർബല വിശ്വാസികളും അതുപോലെ മുനാഫിക്കുകളും എന്തുകൊണ്ടിട്ടാലോചിക്കുന്നില്ല, ആഴത്തിൽ ഘടമായി ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇത് അല്ലാഹു അല്ലാത്ത ഒരുവനിൽ നിന്നായിരുന്നുവെങ്കിൽ, അല്ലാഹു അല്ലാത്തവനിൽ നിന്നായിരുന്നു ഈ ഖുർആൻ അവതരിച്ചെങ്കിൽ അതിൽ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു ഒരുപാട് ഭിന്നതകൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിശുദ്ധ ഖുർആനിൽ കണ്ടെത്തുമായിരുന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. അതായത് അല്ലാഹു അല്ലാത്തവരാണ് ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണാൻ കഴിയും. കാരണം ഇതൊരു മനുഷ്യ സൃഷ്ടിയല്ല, അതുകൊണ്ട് ഒരിക്കലും ഇതിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കൃത്യമായി വിശദീകരിക്കപ്പെട്ട ആ ഗ്രന്ഥമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ പറ്റി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. യാതൊരു പൊരുത്തക്കേടും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ചേർച്ചയില്ലായ്മയും കാണാൻ കഴിയില്ല, ഭിന്നിപ്പും കാണാൻ കഴിയില്ല, പരസ്പര വിരുദ്ധങ്ങൾ അതിൽ കാണാൻ കഴിയില്ല എന്നാണ് ഖണ്ഡിതമായി ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ ഒരു വലിയ ദൃഷ്ടാന്തമല്ലേ, തെളിവല്ലേ? ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സന്മാർഗത്തിലേക്ക് തിരിച്ചു വരണം, അതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് അല്ലാഹു സതുപദേശമായി ഉപദേശിക്കുന്നത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.